നമ്മുടെ ചാനൽ ആരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാൻ പറ്റും. പക്ഷേ ഇത് പലർക്കും അറിയില്ല. ഇതെങ്ങനെയാണ് നമുക്ക് നോക്കുക എന്ന കാര്യം പലർക്കും അറിയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്, എങ്ങനെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരെ നമുക്ക് നോക്കാം. അതും ലേറ്റസ്റ്റായി സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരാണ് നമുക്ക് കാണാൻ പറ്റുക. ലേറ്റസ്റ്റായി സബ്സ്ക്രൈബ് ചെയ്ത 50 ആൾക്കാരെ നമുക്ക് മൊബൈൽ ഫോണിൽ കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് നോക്കുക എന്ന കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത്. അധിക പേർക്കും ഈ കാര്യം അറിയായിരിക്കും, അങ്ങനെ നോക്കാവുന്ന കാര്യങ്ങളൊക്കെ അറിയായിരിക്കും. ചിലർക്ക് ഇപ്പോൾ പുതിയതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയ ആൾക്കാർക്കൊന്നും ചിലപ്പോൾ അറിയാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഗൈസ്, അപ്പോൾ ഇതെങ്ങനെയാണ് നോക്കാനുള്ള കാര്യത്തിലേക്ക് പോവാം. ആദ്യം നമുക്ക് ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യണം. നമ്മളിവിടെ ക്രോം ബ്രൗസർ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ സെർച്ച് ബാറിൽ www.youtube.com ലോഗിൻ എന്ന് നമ്മൾ സെർച്ച് ചെയ്യണം. www.youtube ലോഗിൻ കറക്റ്റ് അടിക്കണം. ഓക്കെ, യൂട്യൂബ് ലോഗിൻ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഇങ്ങനൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നോർമൽ യൂട്യൂബ് പോകുന്ന പോലെയാണ് ഉണ്ടാവുക. ഇതിന് ശേഷം നമുക്ക് നമ്മുടെ യൂട്യൂബ് ഒന്ന് ഡെസ്ക്ടോപ്പ് സൈറ്റിലേക്ക് മാറ്റേണ്ടതുണ്ട്. അതിന് ഈ സൈഡിലെ 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. ഇത് കുറച്ച് താഴോട്ട് സ്ക്രോൾ ചെയ്ത് ഇവിടെ യൂട്യൂബ് ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്നാണ്. ഡെസ്ക്ടോപ്പ് സൈറ്റ് ജസ്റ്റ് ഓൺ ചെയ്ത് കൊടുത്താൽ ഇത് ഡെസ്ക്ടോപ്പ് സൈറ്റിലേക്ക് മാറുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഇനി ചെയ്യേണ്ടത് ഈ സൈഡിൽ നമ്മുടെ പ്രൊഫൈലിലേക്കും കാണാം. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ കുറേ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ വരും. ഇവിടെ നമുക്ക് കാണാം വ്യൂ യുവർ ചാനൽ. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. നമുക്ക് ഈ ഒരു യുവർ ചാനൽ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചാനൽ ഇവിടെ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഇത് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ കസ്റ്റമൈസ് ചാനൽ കാണാം. കസ്റ്റമൈസ് ചാനൽ, അപ്പോൾ ആ ഒരു ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് YT സ്റ്റുഡിയോയുടെ വെബ്സൈറ്റിലേക്കാണ് പോവുക. ഇവിടെ നിന്നാണ് നമുക്കിതെങ്ങനെയാണ് ചെക്ക് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, ഇവിടെയാണ് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കാണുമെന്ന് മനസ്സിലാക്കാൻ പറ്റുക. ഇവിടെ ഇപ്പോൾ കുറേ വിൻഡോസും നല്ല ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ നമുക്ക് ചെയ്യേണ്ടത് ഈ സൈഡ് കോർണറിൽ ഇവിടെ നമുക്ക് കാണാം ഡാഷ്ബോർഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ സൈഡ് കോർണർ രണ്ടാമത്തേത്. ഇപ്പോൾ ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ചാനൽ ഡാഷ്ബോർഡിലെത്തി. ഇപ്പോൾ ഇവിടെ നമുക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇത് ഇങ്ങനെ നോക്കുമ്പോൾ ഇതിൻ്റെ കുറച്ച് താഴെയായിട്ട് നമുക്ക് കാണാം റീസെൻറ്റ് സബ്സ്ക്രൈബേഴ്സ്. കണ്ടോ, റീസെൻറ്റ് സബ്സ്ക്രൈബേഴ്സ്. ഇത് സി ഓൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും ആരൊക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആരൊക്കെയാണ്, അവരുടെ ചാനൽ ഏതൊക്കെയാണെന്നൊക്കെ കാണാൻ പറ്റും. ആദ്യം ജസ്റ്റ് ഒരു 10 സബ്സ്ക്രൈബേഴ്സിനാണ് കാണുക. അപ്പോൾ നമുക്ക് താഴെയുള്ള ഇവിടെ ഒരു ഓപ്ഷൻ കാണുന്നില്ലേ, റോസ് ബോർഡ് പേജ് എന്നിട്ടുള്ള ആ ഒരു ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഇവിടെ 50 ആക്കി കൊടുക്കുക. അപ്പോൾ നമുക്കൊരു 50 നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത 50 സബ്സ്ക്രൈബേഴ്സ് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്. കണ്ടോ, അപ്പോൾ നിങ്ങളുടെ ചാനൽ ഇതേപോലെ ആരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തെന്ന് നോക്കാം. അപ്പോൾ ഇതേപോലെ നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സിനൊക്കെ കാണാൻ പറ്റും. വേണമെങ്കിൽ നിങ്ങൾക്ക് അവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ ഒരു 5 ആൾക്കാരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ടൈം നമ്മൾ നിങ്ങളുടെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ആരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുന്നോ അവരെ നമ്മൾ ഡെയിലി അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഗൈസ്, അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ നമുക്ക് ചെക്ക് ചെയ്യാമെന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നമ്മളെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.